ഹലോ ഗൈസ്, ഞാനും ഗീതും കൂടെ ഒരു 3 കൊല്ലം മുമ്പ് തൊട്ടേ പറഞ്ഞിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഇവർ 3 പേരെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ദിവസം എങ്ങനെയായിരിക്കും? ആ ഒരു ദിവസമാണ് ഇന്ന്. ലഞ്ചും ടിഫിൻ ബോക്സും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിയമ്മയുടെ കൂടെയാണ് വിടുന്നത് കേട്ടോ. ടിഫിൻ നമുക്ക് കുറച്ച് വാട്ടർ മെലനും ലഞ്ച് ദോശയും ചമ്മന്തിയും കൊടുത്തത്. 8:45 കറക്റ്റ് റെഡി ആവാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ 6 പേരും ഓട്ടായിരുന്നു. എന്നിട്ടാണ് അവരെ കറക്റ്റ് സമയത്തിന് സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റിയത് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ഇവർക്ക് അറിയില്ല, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ചേച്ചിയമ്മ വലിയ സീനിയർ ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞിട്ട് 4 പേരും നല്ല മക്കളായിരുന്നു. ഒപ്പം പാറു ചേച്ചിയുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയാം, അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട്. പുതിയ വാട്ടർ ബോട്ടിൽ ആയതുകൊണ്ട് കിട്ടി അപ്പം തുടങ്ങിയിട്ടുള്ള കുടിക്കലാണ്. ഇറങ്ങുന്ന നേരത്താണ് ഗോൾഡിന്റെ ഓർണമെന്റ്സ് ഊരി വെച്ചില്ലല്ലോ എന്ന് ഓർത്ത് അമ്മാവന്മാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പിള്ളേര് സ്കൂളിൽ പോണത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പാറുമോളുടെ സ്കൂളിലേക്ക് പോവാണ് ഇവന്മാരെ നമ്മൾ pre-KG ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചു, ഈശ്വർ ഇത്രയും കുഞ്ഞു പിള്ളേരെയാണോ pre-KG ആക്കണേന്ന്. ഇവർക്ക് 3.5 വയസ്സൊക്കെ ആയി കേട്ടോ. നമ്മുടെ പാറുമോള് 3.5 വയസ്സിലാണ് LKG ചേർന്നത്. ഇവരിപ്പോൾ പ്ലേ സ്കൂളിലേക്ക് ഞങ്ങൾ ആക്കണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറി ചെന്ന സമയത്ത് തന്നെ ഇവർക്ക് മനസ്സിലായി ഇവർക്കൊരു അംഗനവാടി വൈബ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അല്ലൂസ് ആയിരുന്നു അന്ന് കരഞ്ഞിരുന്നത്. ഇവർ രണ്ടുപേരും കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുത്തെ മാം ഒക്കെ ഇവർ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ടീച്ചർ. അയ്യോ, ഭയങ്കര പാവം ടീച്ചറാണ് കേട്ടോ. അതായത് നമുക്ക് ഭയങ്കര ഒരു സേഫ് സോണാണ്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇവരെ സ്വാഗതം ചെയ്യാൻ. ഉള്ളതിൽ പിടുങ്ങന്മാർ ഇവരാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അല്ലൂസിന് കാര്യം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഐനൂസും കാശിക്കുട്ടനും അല്ലും ഒക്കെ കരഞ്ഞു കേട്ടോ. ഇവന്മാരുടെ ബാഗ് 3 ഒരേപോലെ ആയതുകൊണ്ട് ടീച്ചർ ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലുവിൻ്റെ, ഇത് ഐനുവിൻ്റെ, ഇത് കാശിയുടെ. നെക്സ്റ്റ് ഡേ ആയിട്ട് പേര് എഴുതി കൊടുക്കണം. ഇവന്മാരെ എൻഗേജ്ഡ് ആക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ ഇവന്മാർക്ക് 3 പേർക്കും മനസ്സിലായി ഞങ്ങളിപ്പോൾ സ്കൂട്ടാവും. ഞങ്ങൾ ഇറങ്ങിയ പാടെ തന്നെ സ്കൂൾ തല തിരിച്ച് മറിച്ച് വെക്കുന്ന രീതിയിലൂടെ കരച്ചിലുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അസംബ്ലി ഒക്കെ ഇവർക്ക് പുതുമയുള്ളൊരു കാഴ്ചയുണ്ട്. അത് കണ്ടും കേട്ടൊക്കെ ഇരുന്നായിരുന്നു. സ്കൂൾ വിശേഷങ്ങൾ അടുത്തത് വരും കേട്ടോ വേഗം.